മോർണിംഗ് വിനോദ്. ഗുഡ് മോർണിംഗ് നിത്യ. എന്താ ഇവിടെ ഒറ്റക്ക് നിൽക്കുന്നത്? വിനോദ് വന്നിട്ട് ഒരുമിച്ച് പോവാന്ന് വിചാരിച്ചു. അന്ത് ഒറ്റക്ക് പോകാൻ പേടിയാണോ? ഒരുമിച്ച് പോകുന്ന ഒരു ധൈര്യല്ലേ അല്ലേ? അതാണ് എനിക്കൊരു പേടി. ഞാൻ എടുത്തരാം. ഡോണ്ട് റിപ്പീറ്റ് ഇറ്റ്. ഓക്കെ? അമ്മേ രാഹുലത്തിന് പെട്ടെന്നിട്ടോ. ആഹാ, രാവിലെ ഉണ്ടായിപ്പോ പ്രേമോട്ട് ഇറങ്ങിയേക്കാണല്ലേ? പിടിച്ചേ പണ്ടാടങ്ങപ്പോ കല്യാണം കഴിഞ്ഞാനെ. Mr. Clean, 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 Mr. Clean. പോയില്ലേ? ആരും എഴുന്നേക്കണ്ട. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. മിസ്റ്റർ ക്ലീൻ വന്നല്ലോ. ചത്തില്ലേ? ഗുഡ് മോർണിംഗ് ചാച്ചാജി. രതീഷിനെ എടുക്കാനുള്ള മനക്കട്ടി എനിക്ക് തരണേ. രാവിലെ ശുഭദിനാണല്ലോ. ഈ കാതൽ കൊണ്ടല്ലേ ധനുഷ് എന്തായി കാണിക്കുന്നത്? കീടനാശിനി അടിച്ചല്ലോ. കീടനാശിനിയോ? ബ്രാൻഡഡ് ഐറ്റമാണ്. റോഡ് സൈഡിൽ നിന്ന് 15 രൂപയുടെ ജില്ലാ ലംഘടി ഷഡ്ഡി വാങ്ങിയിടുന്ന നിനക്ക് ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല രതീഷ്. ഈ മാസത്തെ ചിട്ടി പൈസ ഇതുവരെ കിട്ടിയില്ലേ? അവ ഇതുവരെ മുടക്കിയിട്ടില്ല. അവൻ മുടക്കൂല, കാരണം അവ ഒറ്റത്തടിയാണ്. എനിക്ക് പ്രാരാബ്ദങ്ങളുണ്ട്. ഒരു മാസം കണക്കെല്ലാം കൂടി കൂട്ടി എത്തിക്കണം എങ്ങനെയാന്ന് എനിക്കറിയാം. പ്ലാനിംഗ് ഓഫീസിലാ ജോലി എന്നുള്ള പേര് മാത്രമേ ഉള്ളൂ. ഇവിടെ ഒരുത്തന്റെയും ജീവിതത്തിൽ ഒരു പ്ലാനും ഇല്ല. വിനോദിന്റെ കയ്യിൽ നിന്ന് കാശ് കടം വാങ്ങണം, അതല്ലേ നിന്റെ പ്ലാൻ? ആ പ്ലാൻ സക്സസാ. എന്റെ ജീവിതത്തിൽ ഒരു പ്ലാനേ ഉള്ളൂ. ആ പ്ലാൻ എന്തായാലും ഇവിടെ സാങ്ഷൻ ആണെന്ന് വിചാരിക്കണ്ട. മാറില്ല, എനിക്കിട്ടുള്ളൂ. സാറേ ചായ. അമലേ, നമ്മുടെ വിനോദിനോട് ഒന്നും ഇങ്ങോട്ട് വരാൻ പറ. സാറേ ചായ. ഇങ്ങേരു ഡ്യൂട്ടിയിലാണല്ലോ. സാറേ ചായ. സാറേ എ സാറ് വിളിക്കുന്നുണ്ട്. ഓക്കെ. ചായ. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. താങ്ക് യു. വിനോദേ, നമുക്ക് രണ്ടാൾക്കും കൂടിയിട്ട് ആ ഹോസ്പിറ്റലിന്റെ കിഴക്കുള്ള വെയിറ്റിംഗ് ഷെഡിന്റെ ഇൻസ്പെക്ഷന് പോകണം. സാർ പൊടിയായിരിക്കും. ചായലല്ല, അവിടെ പൊടിയായിരിക്കും. ഇവരെ പറഞ്ഞു വിട്ടാ പോരെ? അത് പോരെ വിനോദേ, നമ്മുടെ കണ്ണ് ചെല്ലേണ്ടത് നമ്മുടെ കണ്ണ് തന്നെ ചെല്ലണം. നമ്മളൊക്കെ സർക്കാരിന്റെ മക്കളല്ലേ. സാർ, എൻ്റെ അച്ഛൻ്റെ പേര് പ്രശാന്തൻ എന്നാണ്. എൻ്റെ അച്ഛൻ്റെ പേര് സർക്കാർ എന്നല്ല. ഓഹോ, എന്തെങ്കിലും ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ അതിൽ കയറി തൂങ്ങിക്കൊള്ളണം. പോകാനുള്ള കാര്യങ്ങൾ ചെയ്യും. ഗുഡ് മോർണിംഗ് സാർ. രാവിലെ തന്നെ മനുഷ്യൻ പണിയരാൻ വേണ്ടി. എന്താ ഒന്നുമില്ല സാർ, ഈ ചായയിൽ മുക്കി കഴിക്കാൻ ബിസ്ക്കറ്റ് വേണമെന്ന് ചോദിച്ചതാ. ഒരുപാട് മുക്കണ്ട. വേണ്ട? ഓക്കെ. നിന്റെ ചേട്ടന്റെ റീൽ വന്നിട്ടുണ്ടല്ലോ, കണ്ടില്ലേ? ദൈവമേ, ലൈക്ക് അടിക്കട്ടെ? നീ മാറ്റിയ ഫോൺ. ദുബായിൽ മര്യാദക്ക് AC മെക്കാനിക്കിന്റെ ജോലി ചെയ്തിരുന്ന ആളാണ്. റീലായിട്ട് ഇപ്പൊ ഇറങ്ങിയൊക്കെയാണ്. ഫോണില്ലെന്ന് തിരിച്ച് വൈറലാവാൻ ഒരു യോഗം വേണേ, അതില്ല അയാൾക്ക്. ശരിയായിട്ടില്ല, നമുക്കൊന്നുകൂടെ എടുക്കാം. ശരിയല്ലേ? ഇല്ല, റീൽസ് ശരിയാക്കരുത്. റീൽസ് ശരിയാക്കി പ്രൊഫഷണൽ നമ്മൾ സിനിമ നടനായി പോകും. നമുക്കൊന്നുകൂടെ എടുക്കാം. ഇങ്ങനെയാണോ ഉള്ള പണിയും കളഞ്ഞേച്ച് നടക്കുക, ബാക്കിയുള്ളതിന്റെ വഴി മുടക്കാനായിട്ട്. നീ വച്ചേ, ദേ
ഇവൻ എന്തോ ഈ കാണിക്കുന്നേ? എന്തോ ഇത് ക്യാമറയോ? തലയിലൊരു തിരികെയും അരയിലൊരു പട്ടുകോണാനും ചുറ്റി നിൽക്കുക. എന്നാ പിന്നെ ശരിയാക്കിട്ട് നിർത്തണുള്ളൂ. കൊച്ചൻ വരുന്നു. അപ്പൊ ഇത് മതിയടി, പിന്നീട് ശരിയായിട്ടില്ലെന്ന്. ഞാൻ റൂമിൽ കാണും, അവിടെ ചെയ്യാം. മക്കളെ വിളി. നീ ഇവിടെ നിന്ന് അവൻ ശരിയാക്കും. അയ്യോ. എന്താടാ ചിരിക്കുന്നേ? ഒന്നുമില്ല. ഒന്നുമില്ലേ? അപ്പൊ എന്തുണ്ടല്ലോ? അച്ഛന് കൊച്ചനെ പേടിയല്ലേ? അപ്പൊ നിനക്കെന്നെ പേടിയില്ലേ? എനിക്ക് പേടിയില്ല, നമ്മുടെ ടീമല്ലേ. ആ, കൊച്ചാ, അച്ഛനെ അഭിനയിക്കാൻ അറിയത്തില്ല. ആ സത്യം നിനക്ക് മനസ്സിലായി, എന്നിട്ട് അയാൾക്ക് മനസ്സിലായിട്ടില്ല. ഇന്നെന്താ കൊണ്ടുവന്നേക്കുന്നേ? ഇന്നൊരു സ്പെഷ്യൽ സാധനമാണ്. വാ തരാം. അമ്മേ, എന്റെ നടു. വിനോദേ, ആ അറിഞ്ഞു കേട്ടാ? ആ മോളെ നോക്കി പോയേ. ആ അറിഞ്ഞെന്നാ? അന്നാണോ പറഞ്ഞത്? ഞാൻ അറിഞ്ഞിട്ടില്ലല്ലോ. നീ അതെവിടെ ഇട്ടേക്കടാ, ഞാൻ അലക്കാം. വേണ്ട വേണ്ട, അമ്മലിക്കാലേ ചീടാണൊന്നും ചാവൂല. ഞാൻ തന്നെ അലക്കണം. അച്ഛനെന്തിനാ ലീവ് എടുക്കാൻ പറഞ്ഞത്? പെണ്ണ് കാണാൻ. ആർക്ക്? നിന്റെ അച്ഛന്റെ രണ്ടാം കെട്ടിന്. അല്ല പിന്നെ അമ്മ ഓക്കെയാണോ? അവന്റെ ഒരു വർത്താനം. സദ്യയൊക്കെ ഉണ്ടാവോ? ഇനി എനിക്കാണോ? കേട്ടോടാ, ആ പെണ്ണിൻ്റെ അച്ഛൻ്റെ ഫോൺ വന്നിരുന്നു. പെണ്ണ് കാണാൻ വേണ്ടി സാമ്പ്രാണിക്കുടി ചെല്ലാൻ പറഞ്ഞു. എന്ത് കൊടിയില്? സാമ്പ്രാണിക്കുടിയിൽ. വീട്ടിൽ വെച്ച് കണ്ടാ പോരെ? നാളും പേരും മാത്രം നോക്കി കല്യാണം കഴിച്ച നാട് ഇതുപോലെ ഇരിക്കും. എനിക്കെന്താ ഒരു കുറവ്? കുറവല്ലടാ, നിനക്ക് ഇത്തിരി കൂടുതലാ. എന്നാലും അവൾ എന്തിനാണോ സാമ്പ്രാണിക്കുടിയിൽ വരാൻ പറഞ്ഞത്? വെള്ളത്തിൽ പോയി ചാടാനല്ലോ നിന്നോട് പറഞ്ഞത്, പെണ്ണിനെ കാണാനല്ലേ. നീ പോയി കാണടാ. എടാ, ഒരു 10-11 മണിയാവുമ്പോ ഇവനെയും കൊണ്ട് അങ്ങോട്ട് ചെല്ല്. ഈ അണ്ണനെ കൊണ്ട് പോവാനോ? അതെടി ചേട്ടാ, അവൻ്റെ കൂടെ എന്താ കുഴപ്പം? ഒരു കുഴപ്പമില്ല. നിന്റെ അച്ഛൻ എന്നെ പെണ്ണ് കാണാൻ വന്ന് അച്ഛന്റെ ചേട്ടനെയും കൊണ്ടാ. കണ്ടപ്പോ തന്നെ എന്നെ കെട്ടിക്കോളാൻ പറഞ്ഞു. കേൾക്കാം അങ്ങോട്ട്. അങ്ങേർക്ക് ഇത്രയും വൈരാഗ്യമുണ്ടെന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. അച്ഛാ, എന്താ? വല്യച്ഛന്റെ മരണം ഒരു സ്വാഭാവിക മരണം തന്നെയാണോ? ഐ ഹാവ് സം ഡൗട്ട്സ്, ടെൽ മീ. ഈ അഴുക്കുള്ളത്തിൽ ഇറങ്ങണോ? പെണ്ണേട്ടനോ? എന്നാ ഇറങ്ങണം. ഓക്കെ. ഈ അഴുക്കുള്ളത്തിൽ ഒഴുക്കില്ലെന്ന് കേട്ടിട്ടില്ലേ? അങ്ങനെയുണ്ടോ? പിന്നെ ഇറങ്ങ. എന്താ? അല്ല, അവിടെ വരെ ലിഫ്റ്റ്. നിനക്ക് ലിഫ്റ്റ് തന്നാലെന്താ? തോർത്തെടുത്ത് ഇറങ്ങിയാ മതിയായിരുന്നു. ഇവിടെ മനുഷ്യൻ നിക്കറിടാത്തതിന്റെ ടെൻഷനിലേക്കാ. അപ്പോഴാണ് അവന്റെ തോർത്തു. നിന്റെ പെണ്ണ് കാണാൻ നടുകായൽ വെച്ചാണെങ്കിൽ നിന്റെ ഫസ്റ്റ് നൈറ്റ് നടക്കടൽ വെച്ച് ആവോടെ. അണ്ണ, ഇതിനാണ് ഡെസ്റ്റിനേഷൻ പെണ്ണ് കാണൽ എന്ന് പറയുന്നത്. എന്തോ ഡെസ്റ്റിനേഷൻ പെണ്ണ് കാണൽ? അതെങ്ങനെയാണ്? തന്തവൈപിള്ളേരൊക്കെ പിടിച്ച് വെള്ളത്തിലിറക്കി എന്നെ പറഞ്ഞാൽ മതിയല്ലോ. നീ അവളെ വിളി. ഹായ് രജിത. രജിത അതാണോ? കൊള്ളാലേ. ചോദിക്കുന്നോണ്ടൊന്നും തോന്നരുത്. എന്താണ് ഈ വെള്ളത്തിൽ വെച്ചൊരു പെണ്ണാണൽ? ഈ ചായ കൊണ്ടുവരുന്നൊക്കെ ഭയങ്കര ക്ലീശയല്ലേ? ആ, പിന്നെ നാണിക്കവും വേണം. എനിക്കാണെങ്കിൽ നാണൊന്നും വരില്ല. എനിക്കങ്ങനെ നാണമൊന്നുമില്ല. ഐ മീൻ ജനറലി ഞാനും അങ്ങനെ നാണിച്ചിരിക്കണ ഒരാളൊന്നുമല്ല. എനിക്ക് നാണം വരുന്നു. രജിത ഒരു ദിവസം എത്ര നേരം കുളിക്കും പറയൂ? ഞാനൊരു 2 നേരം കുളിക്കും, ചില ദിവസങ്ങളിൽ 3 നേരം കുളിക്കും. അതേ ദിവസം? അല്ല, ഈ മരണത്തിനൊക്കെ പോയി കുളിക്കണ്ട, വീട്ടിൽ കയറ്റില്ല. അത് നല്ലതാ, അത് നല്ലതാ. അതെ, പ്ലാനിങ് ഓഫീസിലല്ലേ? അതെ. അവിടെ എന്താ പ്ലാൻ ചെയ്യണേ? അവിടെ ആക്ച്വലി ഞങ്ങൾ ഇന്നലെ ടൂർ പ്ലാൻ ചെയ്തിരുന്നു. പിന്നെ സാറിന്റെ ബർത്ത്ഡേ പാർട്ടി. പിന്നെ അതല്ല, ഗവൺമെന്റ് ഓഫീസിലെ വർക്ക് ചെയ്യണമെന്നറിയാം, പക്ഷെ എന്താ ജോലി എന്നറിയില്ല. നഗരാസൂത്രണം. അത് പറയാൻ തന്നെ ഞങ്ങളുടെ ഓഫീസിൽ 3 ദിവസം എടുക്കും. അതിന് അപേക്ഷയും കൊടുക്കണം. ഏത് കോളേജിലാ? ഞാൻ എയറോ ഏവിയേഷൻ, മാവേലിക്കര. ഓ, അത് തുടങ്ങിയിട്ട് എത്ര വർഷമായി കാണും? അതൊരു 10-30 വർഷമായി കാണും. ഓ, 30 വർഷം. അതെ. എന്നെ ഇഷ്ടായോ? എന്താ, ഇഷ്ടപ്പെട്ടില്ലേ? അല്ല, പിന്നെ ഒരു
മീൻ കുത്തിയിട്ട് പോയി കള്ളൻ വിത്തൗട്ട് മൈ പെർമിഷൻ. എനിക്കിഷ്ടമായി. എന്നെ ഇഷ്ടമായോ? അതെനിക്കൊന്ന് ആലോചിക്കണം. ഹലോ ഹലോ, വിനോദല്ലേ? ഞാൻ രജിതയാ. പറ. ഇന്നലെ ചോദിച്ച രണ്ടാമത്തേന്റെ ഉത്തരം. ഞാൻ ആദ്യം ഇച്ചിരി ചാടിയിട്ടതാ തോന്നി. പക്ഷേ എനിക്കിഷ്ടാട്ടോ. റിയലി? സത്യം. എന്നാ ഞാനൊരു സത്യം പറയട്ടെ. ഇന്നലെ സാമ്പ്രാണിക്കുടിയിലെ മീനുകൾ എന്റെ കാതിൽ മന്ത്രിച്ചു. എന്ത്? രജിതയ്ക്ക് എന്നെ ഇഷ്ടമാണെന്ന്. പോടുന്നു. ചാടക്കാരി. എന്തോ? ഐ ലവ് യു. I love you too.